വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും കാത്തിരിപ്പിനും ശേഷമാണ് ജോജു ജോർജ് എന്ന അഭിനേതാവ് ഇന്ന് മലയാളത്തിലും തമിഴിലും അടക്കം തിളങ്ങി നിൽക്കുന്ന താരമായി മാറിയത്. ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തി പിന്നീട് സഹനടനായും നായകനായും ഒടുവിൽ സംവിധായകനായും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ജോജുവിന് സാധിച്ചു. നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ജോജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു ജോസഫ് എന്ന ചിത്രം. ഈ സിനിമയിലെ പ്രകടനത്തിലൂടെ ജോജു ഒരു മികച്ച നടനാണെന്ന് മലയാള സിനിമയ്ക്ക് ബോധ്യപ്പെട്ടു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന ചിത്രത്തിലെ ജോജുവിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ചിത്രത്തിലെ സംഭാഷണങ്ങളിൽ ഉപയോഗിച്ച അസഭ്യ വാക്കുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അസഭ്യം പറയുന്ന ഭാഗം അവാർഡിന് അയക്കാൻ മാത്രമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ അങ്ങനെ അഭിനയിച്ചത്. പക്ഷെ അവരത് റിലീസ് ചെയ്തു. അതിപ്പോൾ താനാണ് ചുമന്ന് നടക്കുന്നത് എന്നാണ് ജോജു പറയുന്നത്. അസഭ്യ വാക്കുകൾ ഇല്ലാത്ത ഒരു പതിപ്പ് താൻ ഡബ് ചെയ്തിരുന്നുവെന്നും അത് തിയേറ്ററിൽ എത്തുമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് തനിക്ക് പ്രതിഫലം പോലും ലഭിച്ചില്ല എന്നും ജോജു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നതെന്ന് പറയേണ്ട മര്യാദയുണ്ടായിരുന്നു. അഭിനയിച്ചതിന് പൈസയൊന്നും കിട്ടിയിട്ടില്ല. അതിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. താനത് വിളിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു. ആരും തന്നെ വിളിച്ചു ചോദിച്ചില്ല, മര്യാദയുടെ പേരിൽ പോലും. പക്ഷെ താൻ ജീവിക്കുന്ന തന്റെ നാട്ടിൽ അതൊക്കെ വലിയ പ്രശ്നമായി. ജോജു തന്റെ പരിഭവം പങ്കുവെക്കുന്നത് ഇത്തരത്തിലാണ്. അഭിനേതാവ് എന്നതിലുപരി ഒരു സംവിധായകൻ എന്ന നിലയിലും ജോജു ജോർജ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പണി എന്ന ചിത്രത്തിലൂടെയാണ് ജോജു സംവിധാന രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രം മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. ജോജുവിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ നാരായണീന്റെ 3 ആൺമക്കളാണ്. തമിഴിൽ കമൽഹാസൻ നായകനായ തഗ് ലൈഫ് എന്ന ചിത്രത്തിലാണ് ജോജു ഏറ്റവും ഒടുവിൽ സ്ക്രീനിലെത്തിയത്. തമിഴിൽ റെട്രോ, തഗ് ലൈഫ് തുടങ്ങിയ വലിയ പ്രൊജക്ടുകളുടെ ഭാഗമായി ജോജു ഇപ്പോൾ തിളങ്ങുകയാണ്. മലയാളത്തിൽ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വലതുവശത്തെ കള്ളനാണ്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് സിനിമ ചെയ്യാൻ തനിക്ക് പദ്ധതി ഉണ്ടെന്നും ജോജു വെളിപ്പെടുത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയുമായുള്ള തന്റെ ആദ്യകാല അനുഭവങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ദാദാ സാഹിബിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് താൻ ആദ്യമായി മമ്മൂക്കയെ അടുത്തു കാണുന്നത്. ചുറ്റുമുള്ള എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആദ്യമൊക്കെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തോട് താൻ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തോട് ഇത് പറയാൻ വേണ്ടി മാത്രം താൻ അദ്ദേഹത്തിന്റെ കാറിനടുത്ത് നിൽക്കുമായിരുന്നു. മമ്മൂട്ടി തന്നെ പല സിനിമകളിലും ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും രാജാതിരാജയുടെ ഷൂട്ടിങ്ങിനിടെ ഒരു രംഗം ശരിയായി ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ മമ്മൂക്ക തന്നെ വിളിച്ച കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നത് തനിക്ക് മറക്കാനാവാത്ത അനുഭവമാണെന്നും ജോജു പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ മോഹൻലാലിന്റെ വലിയ ആരാധകനാണോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ ലാലേട്ടന്റെ ആരാധകരല്ലാത്ത ആരാണുള്ളത് എന്നായിരുന്നു ജോജുവിന്റെ മറുപടി. നമ്മുടെ സിനിമാ സംസ്കാരം സമ്പന്നമാണ്. ആ പാരമ്പര്യത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് താനും. പത്മരാജൻ സാറിന്റെയും ഭരതൻ സാറിന്റെയും ഒക്കെ സിനിമകളിലെ മമ്മൂട്ടിയും ലാലേട്ടനെയും ഒക്കെ കണ്ടാണ് താൻ വളർന്നത്. അവരാണ് ശരിക്കും തന്റെ അഭിരുചിയും കഥ പറയാനുള്ള തന്റെ അവബോധവും ഒക്കെ രൂപപ്പെടുത്തിയത്. തുടക്കത്തിൽ അവരുടെ ആരാധകൻ മാത്രമായിരുന്ന താൻ പിന്നീട് അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു സംവിധായകൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇവരിൽ ആരെ വെച്ച് സിനിമ ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലൊരു കഥ വേണം. നല്ലൊരു കഥയും പ്ലാനും വരുമ്പോൾ താൻ തീർച്ചയായും അവരെ സമീപിക്കുമെന്നാണ് ജോജു പ്രതികരിച്ചിരിക്കുന്നത്. മമ്മൂക്കയോട് താനൊരിക്കൽ ഒരു കഥ പറഞ്ഞിരുന്നുവെന്നും അത് കേട്ട് തനിക്ക് നല്ല കഥാബോധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും ജോജു പറയുന്നുണ്ട്. ആ പ്രൊജക്ട് നടന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒന്നാണ്. തന്റെ ചിന്താഗതികളൊക്കെ ശരിയാണെന്ന് തനിക്ക് മനസ്സിലായി. അതേസമയം ജോജുവിന്റെ സിനിമാ ജീവിതത്തിലെ കഠിനാധ്വാനവും വൈവിധ്യമാർന്ന കഴിവുകളും അദ്ദേഹത്തെ മലയാളത്തിലും തമിഴിലും ഒരുപോലെ ശ്രദ്ധേയനാക്കി മാറ്റുകയായിരുന്നു.
അദ്ദേഹത്തിന്റെ പുതിയ പ്രൊജക്ടുകൾക്കായി സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.